വലിയ തേരട്ടകൾ മൂലം പൊറുതിമുട്ടി ഒരു പ്രദേശം. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ബാലവാടി റോഡ് ഭാഗത്തെ നിരവധി വീട്ടുകാരാണ് തേരട്ട ശല്യം മൂലം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി ജീവിക്കുന്നത്. 2 ആഴ്ചകൾക്ക് മുമ്പാണ് ചെറിയ തോതിൽ പ്രദേശത്ത് വലിയ തേരട്ടകൾ കാണപ്പെടാൻ തുടങ്ങിയത്. വേനൽമഴ തുടങ്ങിയതോടെ ഇത് വ്യാപകമാകാൻ തുടങ്ങി. കിണറുകളിലും പറമ്പുകളിലും വീടുകളുടെ ചുമരുകളിലും അടുക്കളയിലും മുറ്റത്തുമടക്കം തേരട്ടകൾ നിറഞ്ഞതോടെ പ്രദേശത്തുകാർ ദുരിതത്തിലായി. ഇതുമൂലം ഭക്ഷണം പോലും ഉണ്ടാക്കാൻ ഇവർ പ്രയാസം നേരിടുകയാണ്. കുറേ വർഷമായി നമ്മൾ ദിവസം ഇങ്ങനെ കൊന്നു ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ അകത്തേക്ക ശല്യം മുഴുവനും കിടന്നുറങ്ങാൻ സമാധാനമില്ല. അതാണിപ്പോ ബുദ്ധിമുട്ടില്ല. ഇതിന്റെ മണം കൊണ്ട് മണവും പിന്നെ ഇതിനെ കാണുമ്പോൾ നമുക്ക് അറപ്പല്ലേ, അതന്നെ ബുദ്ധിമുട്ട്. മഴ പെയ്താൽ ഇവ കൂട്ടമായി ഇഴഞ്ഞെത്തും. ഇവയെ പെറുക്കിയെടുത്ത് കുപ്പിയിലാക്കി ഇടുകയാണ് ചെയ്യുന്നത്. മണ്ണെണ്ണ, പെട്രോൾ അടക്കമുള്ളവ ഉപയോഗിച്ച് ഇവയെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലപ്രദമായില്ല. വീടിൻ്റെ അകത്തെത്തുന്നതോടെ ഇവയുടെ ദുർഗന്ധം അതിരൂക്ഷമാണ്. ഇത് തലവേദനയടക്കം ഉണ്ടാക്കുന്നതായും ഇവർ പറഞ്ഞു. വീടിൻ്റെ അവിടെയുള്ള തുണി വെച്ച് അടച്ചിട്ടാണ് കിടക്കുക. വാതിലെല്ലാം അടച്ച നമ്മൾ പോവുകയും ചെയ്യുമ്പോൾ തുണിക്ക് വാതിലിൻ്റെ അടുത്ത് അവിടെയുള്ള തുണി വെച്ച് അടച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ കിടക്കാനില്ല, വല്ലാത്ത അവസ്ഥ തന്നെ. ഇപ്പോൾ ആ വീട്ടിൽ അടുത്ത വീട്ടിലുണ്ട്, ആ വീട്ടിലിപ്പം പറയുന്നില്ല, മറ്റേ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നില്ല. ഇത് നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസം നമ്മളിപ്പോൾ ഒരു കന്നാസ് നിറച്ചും 15 ദിവസം അല്ല 5 കിലോൻ്റെ ഒരു കന്നാസ് നിറച്ചും പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ട് അതിന് പിന്നെ തീ വിട്ട് കുറേ പിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ്. ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് ഈ വീട്ടിലൊന്നും നിൽക്കാനില്ല. അവിടെ ഇപ്പോൾ നമ്മളെ തട്ടിപ്പോൾ നമ്മളെ കണ്ടില്ല, അതിൻ്റെ സ്മെല്ല് കൊണ്ട് നിൽക്കാനില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ കത്തിക്കണം, ഇപ്പോൾ പെട്രോൾ കൊണ്ടിട്ട് ഇപ്പോൾ കത്തിക്കണം. അതാണ് അവസ്ഥ. ഇതുപോലെ വല്ലാത്ത അവസ്ഥയാണ്. ആരോട് പറഞ്ഞാലിത് വിശ്വസിക്കുകയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ തെങ്ങിൻ്റെയിൽ കണ്ടതിൻ്റെ 4 ഇരട്ടി ഉണ്ടാവും ഇപ്പം അങ്ങ് അവിടുത്തെ ആ തെങ്ങിൻ്റെയിലല്ലോ, ആ ചെറിയ തെങ്ങിൻ്റെ. അതിൽ ചപ്പ് ഇങ്ങനെ കൂട്ടിയിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ചപ്പ് കൂത്തിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചപ്പ് കഴിഞ്ഞതിൻ്റെ ആണെന്നാണ് പറയുന്നത്. അല്ലാതെ ഇപ്പം എന്താ ഇപ്പം ബാലേട്ടനോടുള്ള ഞാൻ പറയുമ്പോൾ കൃഷിഭവനിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറോട് പറയുമ്പോൾ ഒന്ന് കൃഷിഭവനിലൊന്ന് പറഞ്ഞു നോക്കാം, അവർ ചിലപ്പോൾ അങ്ങനെ മരുന്ന് തരുമായിരിക്കുന്നു. പക്ഷേ ഈ തെങ്ങിൻ്റെയിൽ എന്ത് മരുന്ന് കൊണ്ട് ഒഴിക്കുക, തെങ്ങ് ചിലപ്പോൾ പോയെങ്കിലോ, അതുകൊണ്ടാണ് അതിന് മനക്കട. ഇനിയിപ്പോൾ ഈ പറഞ്ഞാൽ കുറച്ച് കുമ്മായപ്പോൾ ഞാൻ ഇപ്പം തന്നെ മേടിച്ചുകൊണ്ട് ഇട്ട് നോക്കാം. ഈയിടെ എന്നോട് പറഞ്ഞ് ഇനി വാള് വിട്ടാൽ കുറയുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ ആദ്യം നോക്കിയാൽ തെങ്ങിൻ്റെ വീട്ടിൽ കുറവാണ്, വാള് വിട്ടുകൊണ്ട് തന്നെ ആയിരിക്കും തോന്നുന്നു. ഇപ്പോൾ ഇതിൻ്റെ വീട്ടിൽ കണ്ടതിൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അതിൻ്റെ വീട്ടിൽ. അതെല്ലാം ഇപ്പോൾ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. കത്തിച്ചാലാണെങ്കിൽ രൂക്ഷമായ ദുർഗന്ധവും അനുഭവപ്പെടും. അടുക്കളയിൽ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ തേരട്ടകൾ ഇഴഞ്ഞെത്തിയത് മൂലം ഭക്ഷണം അപ്പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായതായി പ്രദേശവാസികൾ പറഞ്ഞു. അട്ടശല്യം മൂലം കൃഷികളും വ്യാപകമായി നശിക്കുകയാണ്. പിന്നെ ഈ തെങ്ങ് ഇതെല്ലാം ഫുള്ള് ഇത് നശിപ്പിക്കുക. ഇത് എന്ത് നമ്മൾ പച്ചക്കറി നട്ടാലും ഒന്നിനുമില്ല. പച്ചക്കറിയിലെ ചൂടുള്ള ഇപ്പോൾ മാറ്റി നോക്കുമ്പോഴത്തേന് ഒരുപാടെണ്ണം ഇതുപോലെ ഇപ്പം കൂട്ടിയിട്ടുണ്ടാവും. അതെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോകാം പന്തലിലോട്ട് ഇങ്ങനെ വളർത്തുന്നല്ലാണ്ട് ഒരു കാര്യമില്ല, ഒന്നും കിട്ടുന്നില്ല. എല്ലാം ഇത് പിടിക്കാനാകുമ്പോഴത്തേന് ഇതിൻ്റെ വേര് തിന്നിട്ട് അത് പിന്നെ പോയിക്കോളാം, നശിച്ച് പോയിക്കോളാം, ഒന്നും പിടിക്കുന്നില്ല. ഒരാദായമില്ല. ഈ തെങ്ങിൻ്റെ അവസാനമില്ല. ഇപ്പോൾ നല്ല തെങ്ങ് പറിച്ചായിട്ടായി ഇതാണ് അവസ്ഥ. ഇതിൻ്റെ വേര് ആ മധുരമില്ലോണ്ട് വേര് എല്ലാം തിന്നിട്ട് തിന്നാൻ വേണ്ടി ഇങ്ങനെ വന്ന് കൂടുന്നു. വെള്ളം അടിക്കുന്നതുകൊണ്ട് അന്നാ പറയുന്നല്ല തണുപ്പ് കൂടുതലില്ലോണ്ട്. ഇതാ മരത്തിൻ്റെ റബ്ബർ തോട്ടം ആ ഇലയെല്ലാം ചെയ്തിട്ട് ഇങ്ങനെല്ലാം ഇത് വരുന്നു. ഇലയെല്ലാം ചെയ്തിട്ടില്ലാത്ത സ്ഥലത്താണ് ഇത് പതിവില്ല. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240